ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ആക്റ്റീവയുടെ ക്ലച്ചിൻ്റെ ഹബ്ബാണ്. ഈ ഹബ്ബ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന രീതി പോളിഷിങ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്റ്റീവയ്ക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻ, പിന്നെ വലിവുമെടുപ്പ്, ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹബ്ബ് പോളിഷ് ചെയ്യുന്നത്. ഇത് ഈ ആക്റ്റീവയ്ക്ക് ക്ലച്ചിൻ്റെ ഹബ്ബാണ് വരുന്നത്. പിന്നെ വലിയ വണ്ടിക്ക് മറ്റേ നമ്മുടെ ബ്രേക്ക് ഡ്രമ്മില്ല, ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള ഹബ്ബ് എന്ന് പറയും, ഹബ്ബ് അത് പോളിഷ് ചെയ്യാറുണ്ട്. അതും ഗ്രിപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഇത് ഗ്രിപ്പിന് വേണ്ടി ചെയ്യുന്നത്. ക്ലച്ചിൻ്റെ ഷൂ നല്ല രീതിയിൽ ഗ്രിപ്പായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ആക്റ്റീവ 3G 4G അതുപോലുള്ള വാഹനത്തിൽ നല്ല രീതിയിൽ നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുടഞ്ഞ് ഫ്രണ്ട് കുടഞ്ഞാണ് കയറിപ്പോകുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാറും. കാരണം ക്ലച്ചിൻ്റെ പിടുത്തം കറക്റ്റായിട്ട് വരുന്നില്ലാത്തത് കൊണ്ടാണ് ഇത് കുടഞ്ഞ് കയറുന്നത്. പിന്നെ മെയിനായിട്ട് ക്ലച്ച് ഷൂ അടന്നു പോയാലും ഇതൊരു വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന വണ്ടിക്ക് ഈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് സൈഡെല്ലാം അഴിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്തിടുന്നത് ഇട്ട് കൊടുക്കാറുണ്ട്. ഈ പോളിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആ ഹബ്ബിനകത്ത് വരുന്ന ഒരു ചെറിയൊരു ലെയർ ഇത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു നല്ല കട്ടിയുള്ള 60-ൻ്റെ പേപ്പർ ഇട്ട് നല്ല രീതിയിൽ ഇത് പിടിച്ചെടുക്കുന്ന രീതിയാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അതിനകത്ത് വരുന്ന സർഫസ് കറക്റ്റ് ലെവലായിരിക്കും. ലെവലിൽ വരുമ്പോഴത്തേക്കും നമുക്കുള്ള പഴയ തേയ്മാനമൊക്കെ ഇപ്പോൾ ക്ലച്ച് ഏത് സൈഡ് പിടിക്കുന്ന ആ സൈഡ് നല്ല തേയ്മാനമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ലെവൽ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രിപ്പും നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ മറ്റൊരു